ഹായ് ഓൾ. നമുക്ക് കേരളത്തിൽ ഒരുപാട് എഡ്ടെക് പ്ലാറ്റ്ഫോംസ്, ഒരുപാട് ഓൺലൈൻ ലേണിംഗ് സംവിധാനങ്ങൾ നമ്മുടെ മക്കൾക്കായി അവൈലബിൾ ആണ് അല്ലെ. ഇത്തരം ഓൺലൈൻ ലേണിംഗ് സംവിധാനങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് നല്ല രൂപത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഓൺലൈൻ ലേണിംഗ് സംവിധാനങ്ങളിൽ നിന്നെല്ലാം XandYയെ വ്യതിരിക്തമാക്കുന്ന, ഡിഫറൻ്റ് ആക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മെന്റർഷിപ്പ് സംവിധാനമാണ്. XandYയുടെ മെന്റർഷിപ്പ് സംവിധാനത്തെക്കുറിച്ച്, സിസ്റ്റത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മൈ നെയിം ഈസ് ഡോക്ടർ ബാസിൽ. ഞാൻ XandYയിൽ ബയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ മെന്റർഷിപ്പ് സംവിധാനം അതിൻ്റെ എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹെഡ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓൺലൈൻ ലേണിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് പോസിറ്റീവ്സ് അതിനുള്ളതോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് അത് അവർ മോട്ടിവേറ്റഡ് ആയി അത് എത്രത്തോളം കാണും അല്ലെ. ആദ്യ ഘട്ടത്തിൽ കുറച്ചൊരു മോട്ടിവേറ്റഡ് ആയി ഇങ്ങനെ കണ്ടുപോകും, പിന്നെ അവരത് ഒഴിവാക്കി പോകാനൊക്കെ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായും, പ്രത്യേകിച്ചും ഒരു ഹൈസ്കൂളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള കുട്ടികൾക്കൊക്കെ അത്തരത്തിലൊരു പ്രശ്നം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ആ ഒരു കാര്യം, ആ ഒരു പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുവാൻ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിരുന്നു ഞങ്ങൾ ഒരുപാട് കാലമായി വർക്ക് ചെയ്തിരുന്നത്. ആ രൂപത്തിലുള്ള ഒരു നല്ലൊരു സിസ്റ്റം XandYയിൽ ഞങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു CXO, ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് എക്സ്പീരിയൻസ്, ഇവരുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു XandYയുടെ മെന്റർഷിപ്പ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മേൽനോട്ടത്തിൽ ഹെഡ് മെന്റേഴ്സ് ഉണ്ടാകും, അതായത് മറ്റ് മെന്റേഴ്സിനെ ഹെഡ് ചെയ്യാനുള്ള ഹെഡ് മെന്റേഴ്സ് ഉണ്ടാകും. അവരുടെ താഴെ മൂന്നോ നാലോ മെന്റേഴ്സ് ഉണ്ടാകും. ആ രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ XandYയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏത് രൂപത്തിലാണ് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്നത് തൊട്ട് നമ്മുടെ മെന്റർഷിപ്പ് സംവിധാനം വർക്ക് ചെയ്യുന്ന ഒരു രീതി മാത്രം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുകയാണ്, അക്കാദമിക് കൗൺസിലേഴ്സ് വഴി ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി തന്നെ മെന്ററുടെ ഭാഗത്തു നിന്നും പാരന്റിനും അതുപോലെ തന്നെ സ്റ്റുഡന്റിനും ഒരു വെൽക്കം കോൾ പോവുകയാണ്. എന്താണ് XandY എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസും മറ്റ് കാര്യങ്ങളും എല്ലാം ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ടൈമിങ്ങും അതുപോലെ ഉള്ള മറ്റ് ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ മെന്ററിന്റെ ഭാഗത്തുനിന്ന് ഒരു വെൽക്കം കോൾ പോവുകയാണ്. ആ സമയത്ത് തന്നെ മെന്റർ കുട്ടിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ബുക്സ്, നമ്മുടെ XandYയുടെ വർക്ക് ബുക്കുകളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും വെൽക്കം കിറ്റും എല്ലാം അവർക്ക് അയച്ചു കൊടുക്കാനുള്ള അഡ്രസ്സ് കളക്ഷൻ, അതുപോലെയുള്ള ഏറ്റവും ആദ്യം നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വെൽക്കം കോളിലൂടെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സിലേക്കുള്ള എൻറോൾമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. മെന്റർ തന്നെ ഈ ഒരു വെൽക്കം കോളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻറോൾമെന്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഇമെയിൽ ID മറ്റു കാര്യങ്ങളുമെല്ലാം കളക്ട് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കോളിൽ തന്നെ നമ്മൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം ആ ഒരു അക്കാദമിക് ഇയർ മൊത്തത്തിൽ തന്നെ ഈ ഒരു കുട്ടിയുടെ ഒരു ഗൈഡ് ആയിക്കൊണ്ട്, ഒരു മെന്റർ ആയിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്തൊരു ഫ്രണ്ട് ആയിക്കൊണ്ട്, ഒരു ടീച്ചർ ആയിക്കൊണ്ടൊക്കെ ഒരു റോള് ഒരു മെന്ററിന് വഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വർഷം മുഴുവൻ ആ കുട്ടിയുടെ അക്കാദമികമായും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം അന്വേഷിക്കുവാനും അത് സ്ഥിരമായി വിളിച്ച് അറിയുവാനും അതുപോലെ തന്നെ ആ വിഷയത്തിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ സ്ഥിരമായി കൂടെ ഉണ്ടാവാൻ ഒരു മെന്ററിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ, നമ്മുടെ XandYയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ, അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഞങ്ങളുടെ മാമിനോടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന മെന്ററിനോടാണ് എന്നുള്ള ആ ഒരു സംസാരം ഞങ്ങൾ സ്ഥിരം കേൾക്കാറുണ്ട്. ഞങ്ങൾ ഓരോ വർഷവും മൊത്തത്തിൽ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു കൂടിച്ചേരൽ, ഒരു ഫാമിലി മീറ്റപ്പ് സംഘടിപ്പിക്കാറുണ്ട്. ആ ഫാമിലി മീറ്റപ്പിലൊക്കെ ഞങ്ങളുടെ CEO ഉണ്ടാകും, അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാകും. പക്ഷേ കുട്ടികൾ ആ മീറ്റപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് അന്വേഷിക്കുന്നത് എൻ്റെ മാം എവിടെ, എൻ്റെ മെന്റർ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ മെന്ററുടെ അടുത്തേക്ക് പോവുകയും അതുപോലെ തന്നെ അവരോട് കൈപിടിക്കുകയും അതുപോലെ തന്നെ അവരോട് കുശലാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എത്രത്തോളം ഒരു മെന്ററിന് ആ കുട്ടിയെ അറിഞ്ഞ് അവരുടെ ഫ്രണ്ട് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഉറ്റ സുഹൃത്തായി മാറാൻ കഴിയുന്നു എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ആ
അത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ രൂപത്തിൽ ഒരു കുട്ടിയെ മുഴുവനായും ആ നിലക്ക് പിന്നെ നോക്കാൻ ഒരു മെന്ററിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മെന്റർഷിപ്പ് സംവിധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഒരു വർഷം കഴിയുമ്പോഴേക്ക് അവർ തമ്മിൽ അത്രയും നല്ല ഒരു ആത്മബന്ധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരന്തരമായ ഫോളോ അപ്പ് കോളുകൾ, കുട്ടികൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ക്ലാസ് കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തീർച്ചയായും നമ്മുടെ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾ അവിടെ ഇരുന്ന് ക്ലാസ്സസ് കാണുന്നുണ്ടോ, അവർ അത് കാണുന്നുണ്ടെങ്കിൽ തന്നെ എത്ര സ്പീഡിലിട്ടാണ് കാണുന്നത്, ആരെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ആ കുട്ടിക്ക് അസൈൻ ചെയ്തിട്ടുള്ള മെന്ററിന് എന്ത് ചെയ്യാൻ സാധിക്കും, അത് അസസ് ചെയ്യാൻ സാധിക്കും. അത് അസസ് ചെയ്യുകയും ഇൻ കേസ് ആരെങ്കിലും ആ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അത് അന്വേഷിക്കുകയും, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ അത് പെർഫോം ചെയ്തു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. അതുപോലെ നിരന്തരമായി അവരുമായി ഫോണിലൂടെയുള്ള കോണ്ടാക്ട് നിലനിർത്തുക എന്നുള്ളതാണ് മെന്റേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോളിലൂടെ ഇടയ്ക്കിടെ അവരെ വിളിക്കും എന്നുള്ളത് മാത്രമല്ല, വാട്സപ്പിലൂടെ നിരന്തരമായ കോണ്ടാക്ട് അല്ലെങ്കിൽ ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. വാട്സപ്പിലൂടെ അത് നിരന്തരമായ അതിൻ്റെ പ്രോഗ്രസ് അപ്ഡേറ്റും മറ്റു കാര്യങ്ങളുമായി നിരന്തരമായ ഒരു കോണ്ടാക്ട് മെന്റേഴ്സും കുട്ടികളും അതുപോലെ തന്നെ പാരൻസും തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രോഗ്രസ് അപ്ഡേറ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും, ഓരോ എക്സാം കഴിയുമ്പോഴും, അതുപോലെ തന്നെ ഓരോ ടേം എക്സാം കഴിയുമ്പോഴും എല്ലാം ഈ ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് എവിടെ നിൽക്കുന്നു, അവർ എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കി, അല്ലെങ്കിൽ എത്ര പിന്നെ പോർഷൻസ് സ്കിപ്പ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ക്ലാസ്സുകൾ കാണാൻ ബാക്കിയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു മെന്റർ കൃത്യമായി അത് അസസ് ചെയ്യുകയും അത് സ്റ്റുഡൻറ്റിനെ വിളിച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അത് ക്യാച്ചപ്പ് ചെയ്യാനുള്ള പണികൾ എടുക്കുകയും, അതോടൊപ്പം തന്നെ പാരൻസിനെ വിളിച്ച് ഈ ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിയുടെ ഈ ഒരു മാസത്തെ പ്രോഗ്രസ് ഈ രൂപത്തിലാണ്, ചില ക്ലാസ്സുകൾ കാണാൻ പെൻഡിങ് ആണ്, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആ ഒരു കൃത്യമായ ഒരു പ്രോഗ്രസ് അപ്ഡേറ്റ് പാരൻസിന് നിരന്തരമായി തന്നെ റെഗുലർ ഇന്റർവെൽസിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഇടയ്ക്കിടെ ആവശ്യമായ കുട്ടികളുമായി 1-to-1 സെഷൻസും, അതുപോലെ തന്നെ നേരിട്ടുള്ള പിന്നെ ഇനി ഇൻ കേസ് ആവശ്യമാണെങ്കിൽ ഫാക്കൽറ്റീസുമായുള്ള 1-to-1 സെഷൻസും സൂം സെഷൻസും അതുപോലെയുള്ള കാര്യങ്ങളും ആവശ്യമായ ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടെ ബാച്ച് അസംബ്ലികൾ, നമ്മൾ കുട്ടികളെ കുറച്ച് ബാച്ചുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ ബാച്ചിനെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ടുള്ള കുറച്ച് ബാച്ച് അസംബ്ലികൾ, അതുവഴി ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കുകയും കുറച്ചുകൂടി ഒരു ഉണർവ് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ബാച്ച് അസംബ്ലികൾ നിരന്തരമായി പിന്നെ ഈ മെന്റേഴ്സ് വഴി നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ പാരൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. ഈ രൂപത്തിൽ കൃത്യമായി ഒരു കുട്ടിയെ അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ പിന്നെ എല്ലാ നിലക്കുമുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ടാലൻസും സ്കിൽസും അതുപോലെ തന്നെ അക്കാദമികമായ പെർഫോമൻസും എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷം മുഴുവൻ അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ആയിക്കൊണ്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ അവർ പിന്നോട്ട് പോകുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും എല്ലാം അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മെന്റർഷിപ്പ് സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് ഏറ്റവും നല്ല എഫക്റ്റീവായ രൂപത്തിൽ XandY ലേണിങ്ങിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നല്ല ഒരു മെന്റേഴ്സ്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മെന്റർഷിപ്പ് സംവിധാനം മറ്റൊരു എഡ്ടെക് പ്ലാറ്റ്ഫോമിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയും കൃത്യമായൊരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായൊരു സ്ട്രക്ചർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേവലം ക്ലാസ് നന്നായതുകൊണ്ടോ ഏറ്റവും നല്ല ക്ലാസ്സുകൾ കൊടുത്തത് കൊണ്ടോ മാത്രമായില്ല, അതിൽ പ്രൊഡക്റ്റ് സൈഡിൽ അല്ലെ ക്ലാസ്സുകൾ നന്നാക്കാൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസ് നന്നാക്കാൻ, അതിലെല്ലാമുള്ള ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിഷയത്തിൽ കൊടുക്കുകയും കൃത്യമായ ട്രെയിനിങ് സെഷൻസും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും എല്ലാം നടപ്പിൽ വരുത്തിക്കൊണ്ട് മെന്റർഷിപ്പ് സംവിധാനം ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ XandY ലേണിങ്ങിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം കൂടിയാണ് XandY ലേണിങ്ങിന്റെ ഫൗണ്ടേഷൻ കോഴ്സ്. അതിൻ്റെ കൂടെ അവർക്ക് കിട്ടുന്ന ഒരു മെന്റർ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് സ്വാഭാവികമായും കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സാണ്. ആ കോഴ്സ് നിങ്ങൾ അഡ്മിഷൻ
എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ അവർക്ക് അസൈൻ ചെയ്യപ്പെടുന്ന മെന്റേഴ്സ് എന്ന് പറയുന്നത്. അത്രയും അവരോട് അടുത്ത് പെരുമാറിക്കൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ ഒരു സുഹൃത്ത് എന്ന പോലെ ഒരു വർഷം മുഴുവൻ ഈ ഒരു മെന്റേഴ്സ് ഉണ്ടാകും. നിങ്ങളുടെ സ്വാഭാവികമായും പലപ്പോഴും വർക്കിംഗ് പാരൻസ് ഒക്കെ ആകുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ പല പാരൻസിനും ഉണ്ടാകും. അത്തരമുള്ള പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ ഒരു മെന്റർഷിപ്പ് സംവിധാനം എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ ഒരു സമയത്ത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഈ ഒരു പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.